ഒരു ഷർട്ടിൻ്റെ വില 850 രൂപ, അതിന് ചേരുന്ന ഒരു പാൻറ്റിന് 1200 രൂപ. അത്രയ്ക്ക് വില കൊടുത്ത് പാൻറ്റ് വാങ്ങേണ്ടെന്ന് കരുതി ഷർട്ട് മാത്രം വാങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് സെയിൽസ്മാൻ പറയുന്നത് 2 ഷർട്ട് വാങ്ങിയാൽ 1600 രൂപയും ഒപ്പം ഒരു പാൻറ്റ്സ് ഫ്രീ ആണ്. കേട്ടപ്പോൾ നല്ല ഓഫർ. ഒരു ഷർട്ട് വാങ്ങാൻ പോയിട്ട് 2 ഷർട്ടും ഒരു പാൻറ്റ്സും വാങ്ങി തിരിച്ചു വരുന്നു. നിങ്ങൾക്കിത് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഷോപ്പ് ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത്? മാർക്കറ്റിങ്ങിൽ ബണ്ടിൽ മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന ഒരു കച്ചവട രീതിയാണിത്. ഒരു പ്രൊഡക്റ്റിനൊപ്പം അതിനോട് ചേരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ചേർത്ത് ഒരു വിലയിടുന്നു. ആ വിലക്കുറവ് ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളെക്കൊണ്ട് വാങ്ങിപ്പിക്കും. ഇനി അതിൽ എന്താണ് കച്ചവടക്കാരൻ്റെ ലാഭം? നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റിനൊപ്പം അത്രയൊന്നും ഡിമാൻഡില്ലാത്തൊരു പ്രൊഡക്റ്റ് കൂടി വിൽക്കാമെന്നതാണ് ഈ മാർക്കറ്റിംഗ് രീതിയുടെ ഒരു ഗുണം. ലാഭത്തിലുള്ള നേരിയ കുറവ് ഈ ബണ്ടിൽ മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്ന അധിക ബിസിനസ്സിലൂടെ മറികടക്കാനാവുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്രോസ് സെല്ലിംഗ് മാത്രമല്ല, അപ്പ് സെല്ലിംഗ് കൂടെ നടത്താൻ കഴിയുന്നു എന്നുള്ളതും ബണ്ടിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഡ്രിങ്ക് കോംബോകളും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഒപ്പം വാങ്ങാറുള്ള സ്ക്രീൻ ഗാർഡും മൊബൈൽ കവറുമൊക്കെ ഈ ബണ്ടിൽ മാർക്കറ്റിങ്ങിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളുകളാണ്.